പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി ഇന്ന് കൃപാസ്ഥാനത്താരെ നടക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവവേദനെ ഞാൻ നിന്നെ ഈശോനാമത്തിൽ ആശീർവദിക്കുന്നു. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൽ ഇന്ന് വരെ നടന്നിട്ടുള്ള എല്ലാ അനുഭവ സാക്ഷികളുടെയും സാക്ഷ്യങ്ങൾ നിനക്കും ഈ നിമിഷം നിന്റെ ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥകളെ അതിജീവിക്കാൻ ദൈവം നിന്നെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഭയപ്പെടുന്ന വ്യക്തികളെ, നീ സങ്കടപ്പെടുന്ന കാര്യങ്ങൾ, നീ എന്ത് ചെയ്യും, എങ്ങനെ അതിജീവിക്കും എന്ന് വേദനിക്കുന്ന വിഷയങ്ങൾ, അതിൻ്റെ മേലെല്ലാം കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. കർത്താവേ, ആശുപത്രി കഴിയുന്നവരെ, കർത്താവേ, ഓരോരോ ജീവിക്കാൻ വേണ്ടി ഓരോരോ ജോലിക്ക് പോകുന്നവരെ, ജോലി അന്വേഷിച്ച് പോകുന്നവരെ, ജോലി നഷ്ടപ്പെട്ടവരെ, വിസ പ്രോസസ്സിംഗ് ഇരിക്കുന്നവരെ, വിസ നഷ്ടപ്പെട്ടു പോയവരെ, പുതുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരെ, നാട്ടിലെ ജോലിക്ക് ശ്രമിക്കുന്നവരെ, അതിൻ്റെ പരീക്ഷ എഴുതുന്നവരെ, അതിൻ്റെ പരീക്ഷ റിസൾട്ട് കാത്തിരിക്കുന്നവരെ, കർത്താവേ, പലതരത്തിലുള്ള ജപ്തി നടപടികൾ, പലതരത്തിലുള്ള കോടതി കേസുകൾ, പലതരത്തിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഈ പ്രാർത്ഥന കൂടുന്ന നിനക്ക് മാതാവിൻ്റെ പ്രത്യേക സാന്നിധ്യം ഞാൻ ഉറപ്പു തരികയും അമ്മ നിന്നെ സഹായിക്കുകയും ഈശോ നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരും. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നലെ കണ്ട എന്താണെന്നറിയാവോ? ധൂർത്തപ്പോൾ തന്നെ പുനഃവായന തുടരുകയാണ്. നമ്മൾ ഇന്നലെ കണ്ട എന്താണെന്നറിയാവോ? അതായത് അപ്പം പറയണ വാക്കാണ്. എന്താണ്? എൻ്റെ മകനെ, നീ എപ്പോഴും എന്നോട് കൂടെ ഉണ്ടല്ലോ. പിന്നെ എന്തൊരു വാക്ക് അപ്പം പറയേ? എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ്. ഇപ്പം എന്നോടുകൂടെ നിങ്ങളും എന്നോടുകൂടെ ഇരുന്നു കൊണ്ട് ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളെ ഭരിക്കുമെന്നൊക്കെ പറഞ്ഞില്ല ഈശോ പറഞ്ഞില്ലേ? അത് നിത്യത വരെ ഓഹരിയാക്കുമെന്നാണ് പറയണത്. അതാണ് വിശ്വാസ ജീവിതത്തിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്ന റിസൾട്ട്. എന്താണ്? നിത്യത വരെ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കും. അപ്പം ദൈവം നോക്കുന്നതിൻ്റെ ഒറ്റ കാര്യമേ ഉള്ളൂ, നമുക്കത് കിട്ടിയ ഇത് കിട്ടിയ എന്നല്ല നോക്കണത്, മറിച്ച് നിത്യത വരെ ദൈവത്തിൻ്റെ കൂടെ ഉണ്ടാകുമെന്നാണ്. ദൈവം എന്ത് തരുമ്പോഴും എപ്പോഴും ദൈവത്തിൻ്റെ മനസ്സിലുള്ളത് എന്താണ്? നമ്മൾ ദൈവത്തിൻ്റെ കൂടെ അവസാനം വരെ ഉണ്ടാകണം. അവസാനം വരെ ദൈവത്തിൻ്റെ കൂടെ ഉണ്ടാകണം. അതാണ് ദൈവത്തിൻ്റെ താല്പര്യം. ദൈവ താല്പര്യം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ ദൈവ താല്പര്യത്തിന് എതിരായിട്ട് ദൈവം ചെയ്യത്തില്ലല്ലോ. ദൈവത്തിൻ്റെ കൂടെ നമുക്ക് എന്ത് തന്നാലും നാളെ നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ഉണ്ടാവത്തില്ലെന്ന് ദൈവത്തിന് അറിയാമെങ്കിൽ പിന്നെ ആ അനുഗ്രഹം തരുമോ?
അപ്പം ചില അനുഗ്രഹങ്ങൾ തരാതിരിക്കുമ്പോൾ തരാത്ത അനുഗ്രഹത്തിന് വേണ്ടി നന്ദി പറയണം. ധൂർത്തപുത്രന് ചോദിച്ചപ്പോൾ തന്നെ കൊടുത്ത കണ്ടില്ലേ? കാര്യം കൊടുക്കാതിരുന്നൊരു കാര്യമില്ല. അവൻ കൊടുത്തില്ലേലും പോവും, കൊടുത്താലും പോവും. ധൂർത്തപുത്രന്റെ ആദ്യത്തെ മൈൻഡ് സെറ്റ് എന്താണ്? അവൻ കൊടുത്തില്ലേലും പോകും, കൊടുത്താലും പോകും. അവന്റെ മനസ്സിരിപ്പ് അപ്പനല്ല, അപ്പൻ്റെ കൂടെ ജീവിക്കണമെന്നല്ല. യഥാർത്ഥ വിശ്വാസിയുടെ ജീവിതം എന്താ? തന്നാലും തന്നില്ലേലും ദൈവത്തിൻ്റെ കൂടെ ജീവിക്കണമെന്ന്. അതാണ് മൂത്ത മകൻ. എൻ്റെ മകനെ എപ്പോഴും നീ എന്നോടുകൂടി ഉണ്ടല്ലോ എന്നെന്താണ് എന്ന് അപ്പനെല്ലാം പറയുന്നുണ്ട്. എനിക്ക് ആ ആ ഇളയ മകൻ വന്നിട്ട് ഒരു അക്ഷരം മിണ്ടാത്ത അപ്പനാണേ. അത് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ആ ഇളയ മകൻ വന്നിട്ട് അവരെന്തെല്ലാം വാദോര, അവൻ്റെ അപ്പനെതിരെ ഞാൻ പാപം ചെയ്തു, സ്വർഗത്തിനെതിരെ പാപം ചെയ്തു, നിന്റെ മകനെ വിളിക്കാൻ യോഗ്യനല്ല, ദാസനായ കാണാന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അപ്പനവനെ കെട്ടിപ്പിടിച്ച സത്യമാണ്. പക്ഷെ വാവിളിച്ചൊരു വാക്ക് പറയണമല്ല. അന്ന് നാവിറങ്ങിപ്പോയ അപ്പൻ ഇപ്പൊ ഈ ഇളയ മൂത്ത മകൻ അവൻ്റെ സ്വന്തം രക്തം പോണ പോലെ പോയ അവൻ കനപ്പിച്ച് കഴിഞ്ഞപ്പോൾ അപ്പൻ സംസാരിക്കാൻ തുടങ്ങി. കണ്ടല്ലേ എന്തെല്ലാം സംസാരിച്ചത്? എൻ്റെ മകനെ എപ്പോഴും നീ എന്നോട് കൂടി ഉണ്ടല്ലോ. പിന്നെ ഒരു വാക്ക് പറഞ്ഞ് ഏത് കൊടുത്ത കാളക്കുട്ടി കൊടുത്ത് കൊന്നാലും, ഏത് മോതിരം കൊടുത്താലും, ഏത് ചെരുപ്പ് കൊടുത്താലും നിനക്കുള്ളത് നിനക്ക് തരുന്നല്ല പറഞ്ഞത്, എനിക്കുള്ളതെല്ലാം നിനക്ക് തരുന്ന. കർത്താവിന്റെ കഥ എന്തും ബാലൻസ്ഡ് ആണെന്ന് അറിയാവോ? ദൈവം ഒരിക്കലും അനീതി ചെയ്യത്തില്ല. അത് എപ്പോഴും ഓർത്തേക്കണം. ഇന്ന് കൈ കിട്ടണില്ലെന്നേ ഉള്ളൂ, നാളെ വരപ്രസാദമായി ദൈവത്തെ തന്നെയായിട്ട് നമ്മുടെ കയ്യിലേക്ക് അവൻ അത് അമർത്തിക്കുരുക്കി നിറച്ചളന്ന് കൃപയവൻ നിന്റെ മടിയിലോട്ട് ചെയ്യും. അപ്പൊ അങ്ങനെ പ്രത്യാശയോടെ ജീവിക്കാൻ മുൻപുകാലം നമ്മളെ സഹായിക്കണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ. പക്ഷെ നിങ്ങൾ വിശ്വാസം കൊടുത്താൽ ആ വിശ്വാസം അവർ കൈമാറും. അപ്പോൾ ഈ ഇവാഞ്ചലൈസേഷനും, അതായത് വിശ്വാസ കൈമാറ്റവും വിശ്വാസ പ്രവർത്തനവും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ അത് ദൈവത്തിൻ്റെ കരുണ നമുക്ക് ലഭിക്കത്തക്ക രീതി വേണം നിങ്ങൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാൻ. എന്താണ്? നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ ഇത് ഞാനൊരു കടമ നിർവഹിക്കുക മാത്രമല്ല, ഇത് വായിച്ചവൻ അങ്ങേ അറിയണം, അത് എൻ്റെ ചെവി കൊണ്ട് ഞാൻ കേൾക്കണം, അവർക്ക് കർത്താവിനെ കിട്ടിയെന്ന് അറിയണം. അങ്ങനെയൊക്കെ നമുക്ക് ഒരു ആത്മബന്ധത്തോടു കൂടിയാണ് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കർത്താവിൻ്റെ കരുണ കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനിപ്പോൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഞാൻ രാവിലെ എനിക്ക് ഫീഡിങ് പ്രെയർ എന്ന് പറഞ്ഞ സെഷനുണ്ട്. ഫീഡിങ് പ്രെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മുഴുവൻ റൂട്ട്, എൻ്റെ വണ്ടി പോകുന്ന മുഴുവൻ റൂട്ട് കർത്താവിന് സമർപ്പിക്കും. തലേദിവസം തന്നെ സമർപ്പിക്കാൻ തുടങ്ങും. എൻ്റെ പുറകെ വരുന്ന വാഹനം, മുമ്പേ വരുന്ന വാഹനം, സൈഡിൽ കൂടെ പോകുന്ന വാഹനം, ഞാൻ കണ്ടെത്തുന്ന സ്ഥലങ്ങൾ, കുടിക്കുന്ന വെള്ളം, എല്ലാ ടൈം, ഓഫീസ്, കണ്ടുമുട്ടുന്ന വ്യക്തികളെ, കണ്ടുമുട്ടാനിരിക്കുന്നവർ, ഇനി എൻ്റെ ആംഗിളിലില്ലാത്ത ആൾക്കാരെ എല്ലാം ദൈവത്തിൻ്റെ സന്നിധി കൊണ്ടുവരും. ഇങ്ങനെ ഈ ഗൈഡഡ് ഇതിന് ഈ ഫീഡിങ് പ്രയറിൻ്റെ ഒരു ഗുണം,
നിങ്ങളുടെ ദൗത്യം മിഷൻ ഗൈഡഡ് ആയിരിക്കും. ഫീഡിങ് പ്രെയർ വന്നാൽ മിഷൻ ഗൈഡഡ് ആവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് ഗൈഡ് ചെയ്യും? ഇപ്പം നിങ്ങളുടെ യാത്രകൾ നിങ്ങളല്ല ഗൈഡ് ചെയ്യണത്. ദാറ്റ് ഇസ് നോൺ സെൻസ്. അത് പഠിക്കാൻ സാധിക്കും. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ യാത്ര, അവൻ്റെ ഉദ്യമങ്ങൾ ദൈവം ഗൈഡ് ചെയ്യണം. ദൈവം ഗൈഡ് ചെയ്യണമെങ്കിൽ എല്ലാം ദൈവത്തിൻ്റെ കൺട്രോളിൽ കൊണ്ടുവരണം. എല്ലാം ദൈവത്തിൻ്റെ കൺട്രോളിൽ, യാത്ര, ഭക്ഷണം, സംസാരം, എല്ലാം എല്ലാം ദൈവത്തിൻ്റെ കൺട്രോളിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നീട് ഫീഡിങ് കഴിയുമ്പോൾ, അതാണ് ഫീഡിങ് എന്ന് പറയണത്. അത് ഇപ്പോൾ ഞങ്ങൾ ചിലർ ജപമാല സമർപ്പിക്കും, ചിലർക്ക് സൽപ്രവർത്തികൾ ചെയ്തുകൊണ്ട് അവരുടെ അജണ്ട സമർപ്പിക്കും. പാസ്പോർട്ട് ഓഫീസിൽ പോണ്, വിസ ഓഫീസിൽ പോണ്, ഇൻ്റർവ്യൂവിന് പോണ്, പരീക്ഷയ്ക്ക് പോണ്. ഇങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങൾ അവിടെ കണ്ടുമുട്ടുന്ന വ്യക്തികൾ തിരിച്ചു പോരുന്ന വരെയുള്ള മുഴുവൻ സംഭവം ഫീഡ് ചെയ്ത് കൊടുക്കണം. പേഴ്സണൽ പ്രെയറിൻ്റെ സമയത്താണ് ഫീഡിങ് നടക്കേണ്ടത്. ഫീഡിങ് നടന്നു കഴിഞ്ഞാൽ ടോട്ടലായിട്ട് ഇത് ഗൈഡഡ് ആവും. ഉടനെ ഇത് വേറെ ഫോർമാറ്റിലേക്ക് മാറിയിട്ട് ഗൈഡഡ് ആവും. അപ്പം നിങ്ങൾ അല്ല നയിക്കപ്പെടുന്നത്, നിങ്ങൾ വിചാരിക്കാത്ത സ്ഥലങ്ങളിലേക്ക് നിങ്ങളെ ദൈവം കൊണ്ടുപോകും. നിങ്ങൾ വിചാരിക്കാത്ത വ്യക്തികളും, കാര്യം നിങ്ങൾക്ക് കാണേണ്ട വ്യക്തി ആരാണെന്ന് ദൈവത്തിനറിയാം. നിങ്ങൾക്ക് പോകേണ്ട വ്യക്തി എവിടെ, ഓഫീസ് എവിടെയാണെന്ന് ദൈവത്തിന് അറിയാം. അതെങ്ങനെയാണ് ഈസിയായിട്ട് പോകേണ്ടത് ദൈവത്തിന് അറിയാം. ഇതെല്ലാം ദൈവം ക്രമീകരിച്ച് തരും. ഇതാണ് ഗൈഡഡ് എന്ന് പറയുന്നത്. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ഹല്ലേലൂയ. മരിയോടമ്പെടുത്ത് ഞങ്ങൾ എല്ലാവരുടെയും കൂടെ സാന്നിധ്യമായി സഞ്ചരിക്കുന്ന അവിടുത്തെ സ്നേഹത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആ വചനം ഒന്നിനു വായിച്ചേ. സങ്കീർത്തനം 92:3. കിന്നരവും വീണയും മീട്ടിയും. ഒന്ന് പറഞ്ഞേ. കിന്നരവും വീണയും മീട്ടിയും. കിന്നരവും വീണയും മീട്ടിയും. പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയെയും രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തതയെയും ഉദ്ഘോഷിക്കുന്നത് എത്ര ഉചിതം, എത്ര ഉചിതം. നമുക്ക് വ്യക്തതയില്ലാത്തപ്പ അതിന് സുവിശേഷത്തിൻ്റെ ഭാഷയിൽ രാത്രി എന്ന് പറയും. നമുക്ക് വ്യക്തതയില്ല. എന്ത് കിട്ടും, ഏത് ജോലി ചെയ്യും, ആരെ കല്യാണം കഴിക്കും, എവിടെ താമസിക്കും, ഏത് ആശുപത്രി ചികിത്സക്ക് പോകും. വി ഹാവ് നോ ഐഡിയ. ഇതിനാണ് ഡാർക്ക്നെസ് എന്ന് പറയണത്. ഇങ്ങനെയുള്ള സമയത്ത് ഉടമ്പടിയിൽ ഉണ്ടാകുന്ന ആനുകൂല്യം എന്ന് പറയണത്, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് സീറോ ക്ലിയർ ആണെന്ന് വിചാരിച്ചേ. സീറോ ക്ലിയർനെസ്. നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല, ഒന്നിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ല. അതാണ് രാത്രി എന്ന് പറയണത്. രാത്രിയിൽ ഉടമ്പടിയിലുള്ള ഗുണം എന്താണ്? സങ്കീർത്തനം 92:3 ഒന്നിനു വായിച്ചേ. കിന്നരവും വീണയും മീട്ടിയും. എന്ന് പറഞ്ഞ കിന്നരവും വീണയും മീട്ടിയും. കിന്നരവും വീണയും മീട്ടിയും. പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയെയും രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തതയെയും ഉദ്ഘോഷിക്കുന്നത് എത്ര ഉചിതം, എത്ര ഉചിതം. അതായത് രാത്രി എന്ന് പറയണത് ഒരു ഐഡിയയുമില്ല. ഇപ്പം നമുക്കറിയാം, നമ്മൾ രാത്രി എന്താ ചെയ്യണത്? നമ്മൾ ഉറങ്ങും അല്ലേ? രാത്രി നമുക്ക് പ്രവർത്തനങ്ങളൊന്നുമില്ലല്ലോ, ഉറങ്ങുകയേ ഉള്ളൂ. പക്ഷേ രാത്രി നിൻ്റെ ദൈവം എന്താ ചെയ്യണത്? രാത്രി നിനക്ക് വേണ്ടി ജാഗ്രതയുള്ള രേഖ. ഇസ്രായേലിൻ്റെ ദൈവം മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. ആകുമ്പോൾ ഈ 124 121:4 ശ്രുതികട ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 121 സങ്കീർത്തനം 4 തിരുവചനം. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. പറഞ്ഞേ. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. നിന്റെ രാത്രിയിൽ ദൈവം നിനക്ക് വേണ്ടി ജാഗ്രത അനുഭവിക്കും. എന്നുവെച്ചാൽ നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ട്. രാത്രിക്കുള്ള കുഴപ്പം എന്താണ്? ഉറക്കമല്ല പ്രശ്നം. എന്താണ്? ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ചില ആൾക്കാർ പറഞ്ഞില്ല, എൻ്റെ അച്ഛാ പ്രാർത്ഥിക്കാൻ പോലും പറ്റണില്ല, രാത്രിയായി. രാത്രി എന്ന് പറയുമ്പോൾ നിങ്ങളോട് രാത്രി എന്ന് വിചാരിക്കരുത്. ജീവിതത്തിൽ ഈശോ എന്താ പറഞ്ഞ രാത്രിയെക്കുറിച്ച്?
സ്തുതിക്കട്ടെ മക്കളെ, യേശു സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, സ്തോത്രം. യേശുവേ നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ 9:4. യോഹന്നാൻ 9:4. എന്നെ അയച്ചവന്റെ പ്രവൃത്തികൾ പകലായിരിക്കുവോളം നാം ചെയ്യേണ്ടിയിരിക്കുന്നു. ഒന്ന് പറഞ്ഞ്, എന്നെ അയച്ചവന്റെ പ്രവൃത്തികൾ, എന്നെ അയച്ചവന്റെ പ്രവൃത്തികൾ പകലായിരിക്കുവോളം നാം ചെയ്യേണ്ടിയിരിക്കുന്നു. ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി വരുന്നു. ഇപ്പൊ രാത്രിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ വെളിച്ചത്ത്, ഇപ്പം നമ്മളിതുപോലെ പൂ പോലെ വെളിച്ചത്ത് ജീവിച്ചാലും ആധ്യാത്മികമായിട്ട് രാത്രിയിലായി പോകും ചിലപ്പോൾ. എന്താണ് ശരി പറയുക, എൻ്റെ അച്ഛാ സങ്കടം കൊണ്ട് പ്രാർത്ഥിക്കാൻ പോലും പറ്റണില്ല, അതാണ് രാത്രി. ചിലപ്പോൾ ഭർത്താവ് ഐസിയിലായിരിക്കും, അല്ലെങ്കിൽ മകൻ ചിലപ്പോൾ ജയിലിലായിരിക്കും. നിങ്ങൾക്കത് രക്ഷപ്പെടണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ നിങ്ങൾക്കൊരു വാക്ക് പ്രാർത്ഥിക്കാൻ പറ്റണില്ല. ആർക്കും വേല ചെയ്യാൻ പാടില്ലാത്ത രാത്രി, പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത രാത്രി. അതാ യോഹന്നാൻ 9:4 എന്ന് പറഞ്ഞ ആർക്കും വേല ചെയ്യാൻ പാടില്ലാത്ത രാത്രികാലം. ജീവിതത്തിൽ ഒരു ഐഡിയ ഇല്ല, ഒരാശയമില്ല, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല, ആരെ കോണ്ടാക്ട് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല, എങ്ങനെ ഗതി പിടിക്കുമെന്ന് അറിയാൻ പാടില്ല. നിങ്ങൾ സ്മോളൊക്കെ അടിച്ച് അല്ലെങ്കിൽ വീട്ടിൽ കഴുത്തേക്ക് കയറി നിങ്ങളുടെ കഴിവ് മറച്ചു വെക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളുടെയും ഭർത്താവിൻ്റെയും ഭാര്യയുടെയൊക്കെ കഴുത്തേക്ക് കയറി നിങ്ങളിങ്ങനെ അഭ്യാസം കാണിച്ച് ജീവിക്കായിരിക്കും ചിലപ്പോൾ. അതാണ് നിങ്ങളുടെ രാത്രി എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കാനും പറ്റണില്ല, കഴിവുകേടുകൾ മറച്ചു വെക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ ചാടിക്കയറി ജീവിക്കുന്ന സമയം രാത്രി, ഒന്നും ചെയ്യാൻ പറ്റാത്ത സമയം. ഈ രാത്രിക്ക് എന്താ ദൈവം ചെയ്യണത്? ഉടമ്പടി വന്നു കഴിഞ്ഞാൽ ഇനി നീ ഒരു രാത്രിയിൽ മാനുഷികമായ വീക്ക്നെസ് കൊണ്ടകപ്പെട്ടാലും നിനക്ക് പേടിക്കേണ്ട കാര്യമില്ല. സങ്കീർത്തനം 92:3 എന്താ പറയണത്? രാത്രിയിൽ നിന്റെ വിശ്വസ്തത ഞാൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കിന്നരവും വീണയും മീട്ടിയും പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയെയും രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തതയെയും ഉദ്ഘോഷിക്കുന്നത് എത്ര ഉചിതം. അപ്പൊ നീ ഇപ്പൊ നിന്റെ ജീവിതം രാത്രിയാണ്, നിനക്ക് ഐഡിയ ഇല്ല, നിനക്ക് പ്രാർത്ഥിക്കാമെന്ന് തോന്നണില്ല, നിനക്ക് ഒരു വേലയും ചെയ്യാൻ പറ്റണില്ല, നിനക്ക് ചിന്തിക്കാൻ വേണ്ടി ബിസിനസ് തുടങ്ങാമെന്ന് വെച്ചാൽ അതിന് കാശ് വേണ്ടേ? അതില്ല. വീട് വിൽക്കാമെന്ന് വെച്ചാൽ അയ്യൻ്റെ പേരിൽ കൂടി പ്രമാണത്തിൽ അനിയൻ്റെ പേരും ഉണ്ട്, അവൻ സമ്മതിക്കണമില്ല. ഒന്നും ചെയ്യാൻ പറ്റണില്ല, കൈയും കാലും കട്ടിയ പോലെ അവസ്ഥയാണ്. എന്നപ്പോഴും ചത്ത് കളയാമെന്ന് തോന്നുന്നു. അതാണ് രാത്രി എന്ന് പറയണത്. ഈ രാത്രിയിൽ നീ ഉടമ്പടിയിലാണെങ്കിൽ എന്താ സംഭവിക്കണത്? കർത്താവ് വിശ്വസ്തനായിരിക്കുമെന്ന് മനസ്സിലായില്ലേ? കൈയടിച്ച് സ്തുതിക്കട്ടെ. ഞാൻ ആര്യങ്കാവ് മലങ്കര ദേവാലയത്തിൽ നിന്ന് വരുന്നു. ഞാനിവിടെ 2019 മെയ് മാസം 10 ഉടമ്പടി എടുത്തു. എൻ്റെ ഭർത്താവിന് തൊണ്ടയിൽ ക്യാൻസറായിരുന്നു. അന്നേരം തൊണ്ട ഓപ്പറേഷൻ ചെയ്ത് ട്യൂബൊക്കെ ഇട്ടിട്ട് അത് പിന്നീട് പുള്ളിക്ക് സംസാരിക്കാനോ ഒന്നും സാധിക്കാതെ വന്നു. 1 വർഷം ഞങ്ങൾ ചികിത്സയിൽ 18-ലായിരുന്നു ഈ ഓപ്പറേഷൻ നടന്നത്. പക്ഷേങ്കിൽ 19-ലാണ് ഞാനിവിടെ വരുന്നത്. വന്ന് ഇങ്ങനെ ഉടമ്പടി എടുത്തു. 3 മാസം ഞാൻ കൃത്യമായിട്ട് വരികയും പത്രം മേടിച്ച് വിതരണം ചെയ്യുകയും ചെയ്തു. അങ്ങനെ മാതാവിൻ്റെ അടുത്ത് എപ്പോഴും പ്രാർത്ഥിക്കുകയും പുള്ളിയാണെങ്കിലും സംസാരിക്കാൻ കഴിയത്തില്ലെങ്കിലും ബൈബിള് വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. വെഞ്ചരിച്ച ഇതെടുത്ത് തൊണ്ടയിൽ പുരട്ടുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ 3 മാസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പരിശോധിക്കാൻ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ലല്ലോ, നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞു. പരിശോധിച്ചിട്ട് പിന്നെ 1 മാസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇത് അടയ്ക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ ആ ഹോള് അവർ ആ ട്യൂബ് എടുത്ത് മാറ്റുകയും പൂർണ്ണമായി സ്ഥിതിയിലാക്കി തരികയും ചെയ്തു. അതിന് എൻ്റെ അമ്മയ്ക്ക് 1000 നന്ദി, യേശുവിന് നന്ദി പറയുന്നു. സംസാരിക്കാൻ പറ്റത്തില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു. സംസാരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിരുന്നു. ഈ ഹോൾ അടയ്ക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എൻ്റെ പേര് പ്രീത.
ഞാൻ എറണാകുളം ജില്ലയിൽ കൂത്താട്ടോളം മാറിയെന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. അപ്പം എനിക്ക് ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഞാനൊരു ഹിന്ദു മതവിശ്വാസിയാണ്. എനിക്ക് വയറിൽ വേദനയായിരുന്നു. എല്ലാ മാസവും പീരീഡിൻ്റെ സമയത്ത് അതിശക്തമായ വേദന കൊണ്ട് ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്ത് ഞാൻ കൂത്താട്ടണം ദേവമാത ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്യേണ്ടി വന്നു. ചെയ്തു നോക്കിയപ്പം ഓവറിക്കകത്തും യൂട്രസിലൊക്കെ മുഴയുണ്ട്, പെട്ടെന്ന് സർജറി ചെയ്യേണ്ട ഒരു അവസ്ഥയാണെന്ന് പറഞ്ഞു ഡോക്ടർ. അപ്പോൾ എൻ്റെ ബ്ലഡും പരിശോധിച്ചു. അതിൻ്റെ അകത്ത് ഇത് കൂടുതലാണ്, ക്യാൻസർ സെല്ലിൻ്റെ ഒക്കെ ഇത് കൂടുതലാണെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പം ഞാൻ അവിടെ ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചിട്ട് കാരിത്താസിൽ ചെയ്യാമെന്ന്, അവിടുത്തെ റിസൾട്ടുമായിട്ട് കാരിത്താസ് ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പിന് പോയി. അവിടെ ചെന്ന് ചെയ്യാമെന്ന് ഓർത്തുകൊണ്ട് പോയായിരുന്നു. അതിനിടയ്ക്ക് ഞാൻ എൻ്റെ വീടിനടുത്തുള്ള ലിസ് ചേച്ചി എന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയോട് ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്ക് ഇങ്ങനെ ഒരു കംപ്ലയിൻ്റൊക്കെയാണ് ഡോക്ടർമാർ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി എനിക്ക് പറഞ്ഞു, ഞാൻ ഇത് തൈലം തന്നു, ഉപ്പ്, പിന്നെ തേന്, അങ്ങനെ 3 കൂട്ടം തന്നു. അത് പ്രാർത്ഥനയോട് കൂടി അത് ഉപയോഗിക്കാൻ പറഞ്ഞു. ഞാൻ എന്തായാലും അത് പ്രാർത്ഥനയോട് കൂടി ഉപയോഗിച്ചു. അതിന് ശേഷം ഞാൻ അവിടെ കാരിത്താസിൽ ചെന്ന് കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു, എന്തായാലും അതിൻ്റെ വലിപ്പവും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണമെങ്കിൽ നമുക്കൊന്ന് CT എടുക്കാമെന്ന് പറഞ്ഞു. CT സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു. CT സ്കാൻ ചെയ്യേണ്ടി വന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ CT സ്കാനിൻ്റെ റിസൾട്ട് നോക്കി കഴിഞ്ഞപ്പോൾ അവർ റിസൾട്ട് കൊടുക്കുമ്പോൾ ഡോക്ടറോട് പറഞ്ഞെന്ന് പറഞ്ഞു, ഇതിനകത്തൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അതെന്താണെന്ന് നോക്കട്ടെ, ഞാൻ തന്നെ ഒന്ന് സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഡോക്ടർ എന്നെ അവിടുത്തെ സ്കാനിങ്ങിന് ഡോക്ടർ തന്നെ കൊണ്ട് എന്നെ സ്കാൻ ചെയ്ത് നോക്കി. അപ്പോൾ അതിൻ്റെ അകത്ത് ആ മുഴ കാണാതെ വന്നു എന്തായാലും. അപ്പം സാറ് ചോദിച്ചത് എന്താ ഇതിനകത്ത് ഇങ്ങനെ അത്ഭുതം സംഭവിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തെന്ന് പറയാം, ഇങ്ങനെ ഒരു വിശ്വാസവും പ്രാർത്ഥനയൊക്കെ എന്നെ ഒത്തിരി കണ്ണീരുള്ള പ്രാർത്ഥനയും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. എന്തായാലും ദൈവം അനുഗ്രഹിച്ചു, ഇങ്ങനെ ഒരു മാറ്റം എന്നിൽ വന്നു എന്നല്ല. അങ്ങനെ ഓപ്പറേഷൻ അവിടെ വേണ്ടാന്ന് പറഞ്ഞു. ഡേറ്റ് നിശ്ചയിച്ചിട്ട് ഓപ്പറേഷൻ എനിക്ക് ഒഴിവാക്കി തന്നു. അങ്ങനെ ഒരു മാതാവിനോടും എല്ലാം നന്ദി പറയുന്നു. എൻ്റെ പേര് സ്റ്റീഫൻ എന്നാണ് പേര്. തൃശ്ശൂരാണ് സ്ഥലം. ഞാൻ 2022 ഫെബ്രുവരി 8-ാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ എനിക്ക് അവസരം കിട്ടിയത്. അത് അവസരം കിട്ടിയതെന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ഞങ്ങളൊരു ട്രാവൽസിൻ്റെ വണ്ടികൾ, ടാക്സി സർവീസ് വണ്ടികൾ, വലിയ വണ്ടികളൊക്കെയാണ്. നല്ല രീതിയിൽ ബിസിനസ് നടന്നു പോകുന്ന സമയമായിരുന്നു 2020 ലോക്ക്ഡൗൺ വരെ. ലോക്ക്ഡൗണിൽ എല്ലാം തലകുത്തി മറിഞ്ഞതുപോലെ നമ്മളുടെ ബിസിനസ്സും തലകുത്തി മറിഞ്ഞു, എല്ലാം നഷ്ടപ്പെട്ടു. ഒന്നുമില്ലാത്തൊരവസ്ഥ, കടങ്ങൾ മാത്രം, ബാങ്കുകാരുടെ വിളി, കടക്കാരുടെ വിളി, വീട്ടിലിരിക്കാൻ പറ്റില്ല. അവസാനം വീട് വിട്ട് ഞങ്ങൾ ഒരു വാടക വീട് എടുത്ത് അവിടെ ജീവിച്ചു. തീരെ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ അന്നത്തെ ദിവസം ഞാനും ഭാര്യയും മോളും ഇരുന്ന് ആത്മഹത്യയെക്കുറിച്ച് ചർച്ച ചെയ്തു. പക്ഷെ അന്ന് വൈകുന്നേരം അവിടെ തൃശ്ശൂർ പുത്തമ്പള്ളിയിൽ പോകാനിടയായി. അവിടെ നിന്നാണ് നമുക്ക് നമ്മുടെ കൃപാസനത്തിൽ പത്രം ലഭിച്ചത്. അന്ന് ഞാൻ പിറ്റേ ദിവസം രാവിലെ ഇവിടെ വിളിച്ചു, ഒരു സിസ്റ്ററുമായി സംസാരിച്ചു. അതിൻ്റെ പിറ്റേ ദിവസം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. മാതാവിൻ്റെ കൃപ. അന്ന് നമ്മൾ വീട് വിൽക്കാൻ വേണ്ടി ഒരു പ്രപ്പോസൽ വെച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ലോൺ പാസ്സാവാണ്ട് നിൽക്കുകയായിരുന്നു. അദ്ദേഹത്തിന് അന്ന് തന്നെ ഞങ്ങളവിടെ എത്തുമ്പോൾ തന്നെ അവരുടെ ലോൺ പാസ്സായി. അങ്ങനെ ഞങ്ങൾക്ക് ആ വീട് ഡിസ്പോസ് ചെയ്ത് ഒരുവിധം കടങ്ങളൊക്കെ വീട്ടാൻ സാധിച്ചു. പിന്നെ നമുക്കിവിടെ വണ്ടികൾ 2 വണ്ടി ഞങ്ങൾക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റി. അങ്ങനെ നാട്ടിൽ നിൽക്കാനുള്ള അവസ്ഥയിലാണിപ്പോൾ. വീടൊക്കെ എല്ലാം നാട്ടിൽ നിൽക്കാം, എല്ലാവരുടെയും ഫോൺ നമുക്ക് അറ്റൻഡ് ചെയ്യാം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ ഞാനൊരു ജോലിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഉടമ്പടിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു.
ഞാനൊരു കമ്പനിയിൽ മുമ്പ് ഫോർഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ ഞാൻ സെയിൽസ് മാനേജറായിരുന്നു. അതിൻ്റെ അങ്ങനെ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഞാൻ അപേക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നു ഉടമ്പടിയിൽ. പക്ഷെ മാതാവ് എനിക്ക് ഇപ്പം ഞാനൊരു പെട്ടെന്ന് ഒരു കമ്പനിയിൽ നിന്ന് ഇൻ്റർവ്യൂവിന് വിളിച്ചു. ആര് വിളിച്ചു, എന്ത് വിളിച്ചു, എങ്ങനെ അവർക്ക് കെയർ ഓഫ് കിട്ടിയെന്ന് എനിക്കറിയില്ല. അവർ ചോദിച്ചിട്ടും അത് പറഞ്ഞിട്ടില്ല. എന്നെ അവർ ഇൻ്റർവ്യൂ കഴിഞ്ഞു, 3rd ഇൻ്റർവ്യൂ 4th ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. എനിക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടി. ഞാനിപ്പോൾ ആ കമ്പനിയുടെ റീജിയണൽ മാനേജറായിട്ടാണ് ജോലി ചെയ്യണേ. പ്രൈസ് ദി ലോർഡ്. മാതാവേ പരിശുദ്ധമ്മയ്ക്കും പിന്നെ